എന്തായി മുരളിയേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്ത് വിവരം കിട്ടിയോന്ന്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ബിപിട്ടും വിളിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ. കാര്യം എന്തെന്ന് പറ. അപ്പു ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. മാളു കൂടി ഇല്ലേ? ഉണ്ട്, അവള് റൂമിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ കൊച്ചിനും ദൈവാധീനം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വേലിചാട്ടത്തിന് അവളും പെട്ടേനെ. ഈശ്വരനായിട്ടാ ആ കൂട്ടുകെട്ടിന്ന് നമ്മുടെ കൊച്ചിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് തോന്നിച്ചത്. ഇനി ഒരു കാരണവശാലും അതുമായിട്ട് ഒരടുപ്പത്തിന് നിന്നേക്കരുതെന്ന് ഒന്നുകൂടി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞേക്കണം. അപ്പു ഇതുവരെ വന്നില്ലെന്ന് ആരാ വിളിച്ചു പറഞ്ഞത്? ഗീതേച്ചി വിളിച്ചിരുന്നു. ആദ്യം വിളിച്ചത് ആൾ ഇവിടെയുണ്ടോന്ന് അറിയാനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. പാവം, ആകെ പേടിച്ചിരിക്കുക. BP അറിയിച്ചില്ലേ? ഗീതേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കും മുരളിയേട്ടാ. എന്തിന്? നീ ഒന്ന് വെറുതെ ഇരിക്ക അശ്വതി. നമ്മളായിട്ട് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ വിളിച്ചാലും മുരളി ഇതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കണ്ട. എവിടെയാന്ന് വെച്ചാ അവര് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അവളെ. ഞാൻ ഈ വിവരം എന്തായാലും മുരളിയേട്ടനോട് പറയുന്ന ഗീതേച്ചിക്ക് അറിയാം. അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വിളിച്ച് അന്വേഷിക്കുമെങ്കിലും ചെയ്യേണ്ട ഒരു മര്യാദയില്ലേ? അപ്പൊ നമ്മുടെ കൂടെ കുട്ടിയല്ലേ? BP വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതെ, ഇനി ഇപ്പൊ ആരും ഇവിടുന്ന് അങ്ങോട്ട് അന്വേഷിച്ചു പോവാൻ നിൽക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാ അവര് വിളിക്കുമല്ലോ. നിങ്ങൾ പേടിക്കണ്ടെന്നേ. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരിക്കും. വിശന്ന് വയറ് കായുമ്പോഴേ ഇങ്ങ് തിരിച്ചു വന്നോളും. ഈ അപ്പൂന് ഇത് എന്താ പറ്റിയത്? അവക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് മുരളിയേട്ടാ. അപ്പു ഇതുവരെ വന്നില്ലെന്ന് മാളു പറഞ്ഞോ? ഗീതേച്ചി അവളെ ആദ്യം വിളിച്ചത്. അന്നേരം മുതല് പാവം ആകെ വിഷമിച്ചിരിക്കുക. അപ്പുനെ അന്വേഷിച്ചു പോവാൻ തുടങ്ങിയതാ. ഞാൻ ഒരു വിധം പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കുക. നീ ഇതെവിടെ പോകുന്നു? അമ്മേ, ഞാനിപ്പോ വരാം. എങ്ങോട്ട്? അച്ഛാ, അപ്പു ഇതുവരെ വന്നിട്ടില്ല. ഞാനൊന്ന് ഗീതാന്റിയുടെ അടുത്ത് വരെ പോയിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോ VP അങ്കിളിനെ വിളിച്ചിരുന്നു. അപ്പുവിനെ അന്വേഷിച്ച് അങ്കിള് പോയിട്ടുണ്ട്. എന്നാലും ഗീതാന്റി അവിടെ ഒറ്റയ്ക്കല്ലേ? ഞാനിന്ന് ചെന്നാ ആന്റിക്കൊരു സമാധാനം ആവുമല്ലോ. അതിന്റെ ആവശ്യമില്ല. അതിനുവേണ്ടി നേരം വൈകിട്ടൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ നീ അങ്ങോട്ട് ചെന്നാ ഗീതാന്റിയുടെ സങ്കടവും ടെൻഷനും ഒക്കെ കൂടുകയുള്ളൂ. അപ്പുന്റെ സ്വഭാവം നിനക്കറിയാലോ മോളെ. നീ വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയതൊന്നും അവക്കിഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിന്നോടുള്ള പിണക്കവും ദേഷ്യവും ഒക്കെ കാണിക്കാൻ മനഃപൂർവ്വം എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നിൽക്കുമായിരിക്കും. നീ വിളിക്കുമെന്നും സോറി പറയുമെന്നും ഒക്കെ അവക്കറിയാം. അതുകൊണ്ടായിരിക്കും അവള് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മേ, അതൊന്നും അല്ല അവളുടെ പ്രശ്നം. പിന്നെന്താ അവളുടെ പ്രശ്നം? പറ, എന്താ അപ്പുവിന്റെ പ്രശ്നമെന്ന്? ചോദിക്കുമ്പോഴൊക്കെ അവൾക്ക് എന്തൊക്കെയോ ഭീകര പ്രോബ്ലം ഉണ്ടെന്നുള്ള ലെവലിലാണല്ലോ നിന്റെ സംസാരം. പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എല്ലാവരോടും തുറന്നു പറയണം. അല്ലാതെ
തന്നിഷ്ടം കാണിച്ച് എല്ലാവരെയും ഫൂളാക്കിയല്ല വേണ്ടത്. ദേ ഒരു കാര്യം ഞാൻ പറയാം, അപ്പു കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കൊന്നും ഇവിടെയുള്ള ആർക്കും ഉത്തരം പറയാനാവില്ല. ആരും അവളെ അന്വേഷിച്ച് ഇവിടുന്ന് പോവുകയില്ല. അതിനി ആർക്ക് എന്ത് പരിഭവവും പിണക്കവും തോന്നിയാലും സാരമില്ല, കേട്ടല്ലോ. അല്ലേലും നമ്മൾ അവളെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് വെച്ചിട്ടാ? ദേ അവളുടെ പ്രായമുള്ള പെൺകുട്ടിയല്ലേ നീയും. നല്ലത് പറഞ്ഞു തന്നാൽ നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ആ വകതിരിവ് അവക്കെന്താ ഇല്ലാതെ പോയത്? അവനവന്റെ മക്കളെ അനുസരണയോടെ വളർത്തണമെന്ന് ആദ്യം തോന്നേണ്ടത് വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾക്കാ. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. എന്തു വന്നാലും ഈ കാര്യത്തിൽ നമ്മൾ അയയുന്നില്ലെന്ന് കണ്ട പിന്നെ അവള് നമ്മുടെ വഴിക്ക് വരുമെന്നേ. ഇവിടെ പോയി കിടക്കുക. അപ്പു എവിടെ? അവളെ കണ്ടില്ലേ? ഇല്ല. എന്നിട്ട് VP എന്തെങ്കിലും പോകുന്നത്? ഞാൻ പിന്നെ എന്ത് വേണം? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, പലരെയും വിളിച്ചു. ആർക്കും അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഈശ്വര, എന്റെ മോള്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും VP? എന്ത് ചെയ്യാൻ? അവളിങ്ങ് വന്നോളും. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാ എങ്ങനെയാ? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ എവിടെയാ എന്താന്നൊന്നും അറിയാതെ